പുഷ്പാർച്ചനയ്ക്ക് എത്തിയാണല്ലോ അല്ലേ? ചേച്ചി ആരൊക്കെയാണ് കുടുംബത്തിൽ അമ്മയും അമ്മേൻ്റെ ആങ്ങളെയും മോനുമാണ് പോയിട്ടുള്ളത്. ഇന്നും മാമനെ കിട്ടിയിട്ടില്ല. തിരച്ചിലൊക്കെ നടത്തിയിരുന്നു, പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എവിടെയായിരുന്നു നിങ്ങൾ? ഏത് ഭാഗത്തായിരുന്നു താമസിച്ചത്? ഞാൻ ചൂരന്മലയാണ്, മാമൻ്റെ ഒരു ഉണ്ടക്കൈ. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? അമ്മയും ഏട്ടനും ഞങ്ങൾ കുടുംബം മൊത്തം വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആരൊക്കെ? അമ്മയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്? അമ്മേൻ്റെ അവർക്ക് കിട്ടി. ഞാൻ സെക്കൻഡിലാണ്. ഫസ്റ്റിൽ ഉൾപ്പെടേണ്ടതാണ്, പക്ഷേ സെക്കൻഡിലാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള വലിയ തീരാ നഷ്ടവുമായിക്കൊണ്ടാണ് ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ചെറിയ ഒരു ആശ്വാസം സേഫു സൂചിപ്പിച്ചതുപോലെ ടൗൺഷിപ്പ് ഇവിടെ യാഥാർത്ഥ്യമായി എന്നുള്ളതും അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഏതാനും പേർക്ക് വീടുകൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതുമാണ്. പലർക്കും ഇപ്പോഴും വീട് ലഭ്യമായിട്ടില്ല. അവരൊക്കെ രണ്ടാം ഘട്ടത്തിലാണ് ഈ ലിസ്റ്റിലും അതുപോലെ മൂന്നാം ഘട്ടത്തിലുമൊക്കെയാണ് ലിസ്റ്റിൽ ഉള്ളത്. എന്തായാലും അവരുടെ ഒരു പുനരധിവാസം ആദ്യഘട്ടം സാധ്യമായി എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ നഷ്ടങ്ങൾക്കൊന്നും അതൊന്നും ഒരു പകരമാവില്ല. ഇനി മറ്റ് ആനുകൂല്യങ്ങൾ, സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യമൊക്കെ കൃത്യമായ സമയത്ത് നൽകണം. അതുപോലെ മറ്റ് ശേഷിക്കുന്നവരുടെ പുനരധിവാസം അത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കണം എന്നുള്ള ആവശ്യങ്ങളും ഈ കുടുംബാംഗങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നിരവധിയായിട്ടുള്ള കുടുംബങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവർക്ക് പുഷ്പാർച്ചന അർപ്പിക്കുന്നതിന് വേണ്ടിക്കൊണ്ട്, പ്രാർത്ഥിക്കുന്നതിനൊക്കെ വേണ്ടിക്കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾ എവിടെയായി താമസിച്ചുകൊണ്ടിരുന്നത്? ചൂരന്മല. അപ്പോൾ ആരാണെന്ന് അപകടത്തിൽ മരിച്ചത്? ആരും പോയിട്ടില്ല. വീടൊക്കെ പൂർണ്ണമായിട്ടും പോയല്ലേ? ഇപ്പോൾ ഏത് ഭാഗത്താണ് നിങ്ങൾ? ഇവിടെ ആരൊക്കെ ഉള്ളത്? അതില്ല, മരുമോളും മകനും ഉപ്പയും ഒരു പേരക്കുട്ടി ഉണ്ട്. അന്ന് രാത്രി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു? ഓടി രക്ഷപ്പെട്ടു. ഏത് ഭാഗത്തൊക്കെയാണ് ആ ദിവസങ്ങൾ കഴിഞ്ഞു കൂടിയത്? ഒരു വാർപ്പിൻ്റെ മുകളിൽ, ഒരു വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിൽ ചുറ്റോടും പോയി, മാത്രം ബാക്കിയായി രക്ഷപ്പെട്ടു. കൂട്ടുകാരൊക്കെ പോയി. നമ്മുടെ കൂട്ടുകാരൊക്കെ പോയി. ഒപ്പം പണിയെടുത്തവരെയൊക്കെ എല്ലാവരും നഷ്ടപ്പെട്ടു. ഞങ്ങൾ നഷ്ടപ്പെടാതെ വീട് കിട്ടി. ഞങ്ങൾക്ക് സന്തോഷമൊന്നുമില്ല.